അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദി പ്രവാസികൾ വീണ്ടും ഓർമ്മിക്കാട്ടോ. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാം. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയവരുണ്ട്, എക്സിറ്റ് അടിച്ച് പോയവരൊക്കെ ഉണ്ട്. അതേപോലെ കേസുമായിട്ട് ജയിൽ മാർഗം പലതരത്തിലുള്ള കേസ്, ക്രിമിനൽ കേസ്, മറ്റതൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജയിൽ മാർഗം പോയാൽക്കൊന്നും തിരിച്ചു വരാൻ കഴിയില്ല, അത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റീഎൻട്രിക്കൊക്കെ പോയിട്ട് വരാതെ മറ്റൊരു വിസയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ വരുന്നവർക്കും പ്രശ്നമില്ല. ഇവിടെ നിന്നതിന് ശേഷം പഴയ ഇക്കാമയിൽ സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നുകൊണ്ട് ഇക്കാമൊക്കെ എടുത്തതിന് സമാധാനത്തിൽ അടച്ചാൽ മതി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റീഎൻട്രി അടിച്ച് പോയിട്ട് വരാതെ മറ്റ് ഉംറ വിസക്ക് അല്ലെങ്കിൽ വിസിറ്റിംഗ് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകം ഓർമ്മിച്ചോളി. ഒരാളിപ്പോൾ ഉംറ വിസക്ക് റീഎൻട്രി അടിച്ച് പോയി വരാതെ ഒരു ഉംറ വിസക്ക് വന്നു. അയാൾ പോണ സമയത്ത് എന്തോ സെയിൻ്റെ ഇടപാടുണ്ടായിരുന്നു, സെയിനിൽ എന്തോ പൈസ അടക്കണ്ടായിരുന്നു. ഉംറയ്ക്ക് വന്നു, അയാളെ 3 മാസം ഉംറയ്ക്ക് വന്നു. ഉംറൻ്റെ ദിവസത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിൻ്റെ ഒരു ദിവസം മുമ്പ് മൂപ്പര് സാധാരണയായി നാട്ടിൽ കയറി പോവുകയാണ് എയർപോർട്ടിലേക്ക്. പോണ സമയത്ത് എമിഗ്രേഷൻ തിരിച്ചയച്ചു. നോക്കുമ്പോൾ അയാളുടെ പേരിൽ കേസുണ്ട്, എന്ത് ജയിലിൽ പോയ കാശ് അടക്കാറുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, ടിക്കറ്റിൻ്റെ കാശ് പോയി. മാത്രമല്ല അയാൾ പിന്നെ കൊടുക്കാനുള്ള പൈസ അടച്ചു ക്ലിയർ ചെയ്തു. പക്ഷേ അയാളെ സമയം കഴിഞ്ഞു പോയി. ഉംറയ്ക്ക് വന്ന് പോകേണ്ട കാലാവധി 3 മാസം ആയതിനു മുമ്പ് പോകാൻ കഴിഞ്ഞില്ല, ഈ പൈസ അടച്ചവർക്ക്. ഇപ്പോൾ അയാൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇനി അയാൾക്ക് ജയിൽ മാർഗം പോകണം. അപ്പോൾ അയാളെന്തായി, ഞങ്ങൾക്ക് ജയിൽ മാർഗം പോയാൽ ഞാൻ ഒരു കാലത്തും തിരിച്ച് സൗദി അറേബ്യയ്ക്ക് ഒരു വിസക്കോ ഉംറക്കോ മറ്റൊരു വരാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു, അടക്കാനുണ്ടെങ്കിൽ ഏത് തരത്തിൽ സാമ്പത്തിക ഉണ്ടെങ്കിലും അടച്ച് ക്ലിയറാക്കി പോവുക. അല്ലാതെ നിങ്ങൾ റീഎൻട്രി അടിച്ച് പോയിട്ട് വരാതെയും സാധാ എക്സിറ്റ് അടിച്ച് പോയിട്ട് വന്നൊരു പഴയ ഇക്കാമയിൽ കൊടുക്കാൻ സാമ്പത്തിക കേസുണ്ടെങ്കിൽ വിസക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. വിസക്ക് വന്നു കഴിഞ്ഞാൽ ഇക്കാമ കിട്ടി സമാധാനം അടച്ചാൽ മതി. പക്ഷേ ഉംറക്കും വിസക്കും വരുന്നവർ 3 മാസം കാലാവധി ഉണ്ടാൽ ഈ കാലാവധിന് മുമ്പ് കയറിപ്പോണം. അപ്പോൾ അതിൻ്റെ മുമ്പ് അടച്ച് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ അവസാനം വെച്ച് നിങ്ങൾ കയറിപ്പോയാൽ എയർപോർട്ടിൽ നിന്ന് മടങ്ങും. മാത്രമല്ല ടിക്കറ്റിൻ്റെ കാശും പോവും. മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ആജീവാന്ത വിലക്കായിരിക്കും സൗദി അറേബ്യയിൽ വരാൻ. പക്ഷേ ജയിൽ മാർഗം പോകേണ്ടതായും വരും. പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക, മറക്കണ്ട. സ്നേഹം മാത്രം. ഓക്കെ. അസ്സലാമു അലൈക്കും.